ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റ് സെം എക്സാമിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ നമ്മൾ ഫ്രഷൊക്കെ ആയി വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രെഡും പിന്നെ ജാമും പിന്നെ ഒരു ചായയും അതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും റൂമിലേക്ക് പോയി പഠിക്കാനായിട്ട്. പിന്നെ ഇത് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ടും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ടും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് കഴിഞ്ഞ് എനിക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഭയങ്കര ത്രില്ലായിട്ടാണ് ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റേഷനറി കാണിച്ചു തരാം. അതിലൊന്നാമത്തെയാണ് ഈ ഒരു പെന്ന്. ഇതുപോലെ ഇങ്ങനെ കളർ ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന പെന്ന്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചോട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് നോട്ട്സൊക്കെ എഴുതുമ്പോൾ ഇതുപോലെ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഈ പെന്ന് യൂസ് ചെയ്യാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ഫ്ലയറിൻ്റെ പെന്ന്, ഈ ഒരു വുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്ലയറിൻ്റെ ഈ ഒരു പെന്ന്, ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റേഷനറീസ്. ഈ ക്യാമറയിലേക്ക് ഞാൻ എൻ്റെ പെന്നിൻ്റെ ആ ഒരു പേര് കാണാൻ വേണ്ടി എത്രത്തോളം ഫോക്കസ് കൊടുത്തതെന്നറിയോ. എന്നിട്ട് അതിൻ്റെ പേര് മാത്രം കാണിക്കുന്നില്ല, ബാക്കിയെല്ലാം ഫോക്കസ് ആവുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് എൻ്റെ ക്യാമറ അങ്ങനെയാണ്, ഒരു സഹകരണമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് കുറേ പഠിക്കാനുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തീരില്ല. അപ്പോൾ കുറേ പേജസ് വായിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വായിച്ചു മനസ്സിലാക്കി. പിന്നെ ഇതിങ്ങനെ കാണാപ്പാഠം പഠിച്ചു പോയിട്ട് എഴുതുന്നതിലും എനിക്കിങ്ങനെ വായിച്ച് മനസ്സിലായത് തൊട്ട് എഴുതാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഓവറായിട്ട് നമ്മളിങ്ങനെ ബൈ ഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹോളിലൊക്കെ എനിക്ക് മറന്നു പോകും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഇടയ്ക്ക് നമ്മളിങ്ങനെ എക്സാം ആണെങ്കിൽ പോലും ഇങ്ങനെ ബ്രേക്കൊക്കെ കറക്റ്റ് ടൈമിൽ എടുക്കുക. അപ്പോൾ നമ്മളെ ഫോക്കസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. പിന്നെ അതിനുശേഷം വെള്ളം കുടിച്ചു. കാരണം ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ വെള്ളം നമ്മൾ എന്തായാലും കുടിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് സ്റ്റഡി സെക്ഷൻ. എക്സാം ആയതുകൊണ്ട് നമ്മൾ നന്നായി തന്നെ പഠിക്കണം. ഒരു ദിവസമുള്ളൂ എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ വേഗം ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നതിന് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇന്നൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെജിറ്റബിൾ ബർഗർ എൻ്റെ ഫേവറേറ്റ് ആണ്. അതിനുശേഷം പിന്നെ കുറച്ച് സമയം ഈ ഒരു ബുക്ക് വായിച്ചു. ദ ഡയറി ഓഫ് എ യങ് ഗേൾ, ആനി ഫ്രാങ്കിൻ്റെ അടിപൊളി ബുക്കാണ്. എനിക്കിങ്ങനെ കുറേ സമയം പഠിക്കുന്ന കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വായിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ബുക്കൊക്കെ വായിച്ചതിന് ശേഷം പിന്നെ കുറച്ച് തുണി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാനൊന്ന് മടക്കി വയ്ക്കുകയാണ്. പിന്നെ സമയം ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ടൊരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ തൊട്ടടുത്ത സ്ഥലത്തു നിന്നാണ്. പിന്നെ ഷേക്കൊക്കെ ഞാൻ കുടിക്കുന്നതെന്ന് വെച്ചാൽ എക്സാം കഴിയാനായല്ലോ, അതിൻ്റെ ഒരു ധൈര്യത്തിലാണ്. എക്സാമുള്ള ടൈമിൽ ആരും ഇങ്ങനത്തെ തണുത്ത സാധനങ്ങളൊന്നും കുടിക്കുന്നത് നല്ലതല്ല. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് കുറച്ച് നടന്നിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ എഴുന്നേറ്റു. കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിച്ചിട്ട് നമ്മൾ എക്സാമൊക്കെ പോയിട്ട് എഴുതി. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എക്സാമിൻ്റെ ആ ഒരു തലേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും കുറച്ചൊരു ബിസിയൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ റൂമിൽ നിന്ന് പോകാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് എടുത്തു വെക്കാനായിട്ട് ഞാൻ കുറച്ചധികം ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ നേരെ കാണിക്കുന്നത് ഞാൻ വീട്ടിൽ പോയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ ഇതൊരു 13-ാം തീയതി തൊട്ടിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഒരു 10-ാം തീയതി ഒക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം പുറത്തൊക്കെ നടക്കുകയാണ്.
അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഒരു പോപ്സിക്കിൾ. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നല്ല ടേസ്റ്റാണ്, നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് നമ്മളിതുപോലെ ഒരു പാക്കറ്റ് പാല് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് പാലിന് ഉള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ പോപ്സിക്കിൾസ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ നിന്നും കുറച്ച് പാല് നമ്മളൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. അവളാണ് ഇതിൻ്റെ ഫുൾ പരിപാടി, മിക്സിങ്ങൊക്കെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ്, നല്ല ഫണ്ണായിരിക്കും അത്. നമ്മളെ സിബ്ലിങ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഇതിങ്ങനെ കുക്കിങ്ങൊക്കെ ഇൻട്രസ്റ്റ് ആണ്, ഇങ്ങനെ കാണാനൊക്കെ. അപ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടും ഇങ്ങനെ മിക്സ് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് കൊക്കോ പൗഡർ വേണം, കാരണം നമ്മൾ ചോക്ലേറ്റ് പോപ്സിക്കിളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൽ കുറച്ച് പാലെടുത്തിട്ടാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തത്, അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള പാലിലേക്ക് ഈ ഒരു കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളാ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ അനുസരിച്ചിട്ട് ഓരോ കൊക്കോ പൗഡറും ഓരോ പോലെയാണ്. ചില കൊക്കോ പൗഡർ ഭയങ്കര കളറായിരിക്കും, പക്ഷേ അതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കുറവായിരിക്കും. ചിലതിന് കളറ് കുറവാണെങ്കിലും ഭയങ്കര ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഇതുപോലത്തെ ഡെസേർട്ട്, അതായത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്യുമ്പോഴേക്കും മധുരം കുറച്ച് കുറയുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് മധുരം കയറ്റിയിടുക, അതായത് കുറച്ച് മധുരം മുന്നോട്ട് എപ്പോഴും ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഒരു കറക്റ്റ് മധുരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലവർ മിക്സില്ലേ, കോൺഫ്ലവറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ വിടാതെ മിക്സ് ചെയ്യണം, കാരണം അത് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൈ വിടാതെ മിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിരിക്കും. അങ്ങനെ ഏകദേശം ഈ ഒരു പരുവത്തിൽ തിക്നെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതൊന്ന് തണുക്കണം. അതിനുശേഷം നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം. അപ്പോൾ അനിയനൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കളർഫുൾ സാധനങ്ങൾ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമല്ലേ, അപ്പോൾ അവൻ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ നമ്മളിത് മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. പിന്നെ ഇങ്ങനത്തെ മോൾഡിലേക്ക് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിക്കുക. അതുപോലെ നിങ്ങൾക്ക് മോൾഡില്ലാന്ന് വെച്ചിട്ട് റെസിപ്പി ട്രൈ ചെയ്യാതിരിക്കേണ്ട. നമുക്ക് ഏതെങ്കിലും സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ ചായ കൊടുക്കുന്ന കപ്പോ ഇതിലേക്ക് ഏതെങ്കിലും നമുക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലാസ്റ്റ് നമ്മളത് കഴിക്കുന്ന വീഡിയോ അല്ലേ, അതെടുക്കാൻ ഞാൻ വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സാധനവും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിങ്ങനെ സെറ്റാവുന്നതിന് മുന്നേ നമുക്കതിങ്ങനെ എടുത്ത് കഴിക്കാനുള്ളൊരു ത്വര ഉണ്ടാവില്ലേ, അതുപോലെ ഇങ്ങനെ ചെറിയ അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമല്ലോ. പിന്നെ നമുക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് അല്ലേ. പിന്നെ ഫുഡ് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഐസ്ക്രീം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്തുണ്ടല്ലോ, അടിപൊളി ഐസ്ക്രീമാണ്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ടുള്ളൂ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ ലാസ്റ്റത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത്, അതായത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ നമ്മൾ ആ ഫ്രീസറിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ മാറ്റുന്ന ഒരു സംഭവമല്ലേ, അത് ഏറ്റവും ഹൈയിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഫ്രീസായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ എടുക്കും കേട്ടോ അത് ഫ്രീസായിട്ട് വരാൻ. നമ്മളെപ്പോഴും ഹൈയിൽ വെച്ചിട്ട് വേണം ഫ്രീസാക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പോപ്സിക്കിൾസ് നമുക്ക് കഴിക്കാൻ പറ്റും. Driving too fast, mood is breaking through her head. She's heading for something that she won't forget. Having no regrets is all that she really wants. Only getting older, baby, and I've been thinking about it lately. Does it ever drive you crazy? Just how fast the night changes. Everything that you ever dreamed of disappearing when you wake up. But there's nothing to be afraid of. Even when the night changes, it will never change me and you. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്നു. ഞാൻ വെറുതെ പാടി റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പുറത്തുനിന്ന് വന്നപ്പോൾ ഇതുപോലെ കോൾഡ് കോഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ കവിൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. അപ്പോൾ അത് കുടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഇതുപോലുള്ള തണുത്ത എന്ത് സാധനം കിട്ടിയാലും നമുക്ക് കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനത്തെ കോൾഡ് കോഫി ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കോൾഡ് കോഫി തന്നെയായിരുന്നു കേട്ടോ അത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് ഇത് നെക്സ്റ്റ് ഡേ ആണ്, വിഷുവിൻ്റെ ദിവസത്തെ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഇന്ന് ചപ്പാത്തിയും അതുപോലെ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു സംഭവമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ഈ ഒരു ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ റൂമിൽ ഒരു അളമാരി ഉണ്ട്, നമ്മളിങ്ങനെ ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറേ മാലകളൊക്കെ ഇങ്ങനെ പഴയതായിട്ട് ഞാനതിങ്ങനെ കൂട്ടി വെക്കുന്നൊരു ശീലം എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല സാധനങ്ങൾ മാത്രം അതിൽ നോക്കി വെക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം ഇങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നല്ല അടിപൊളി പായസത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അത് അമ്മ അവിടെ സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം തൊട്ടേ എനിക്ക് മധുരമുള്ള സാധനങ്ങളോട് കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ പിന്നെ ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് മാറാതെ ഇതായോ എന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പം ഇന്ന് ചോറും പിന്നെ ഈ ഒരു ചിക്കൻ വിന്താലും ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പായസം കുടിച്ച് നോക്കി. അടിപൊളി സേമിയ പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പായസമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ക്ഷീണം തോന്നി. എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതിന് ശേഷം എഴുന്നേറ്റു. അപ്പോഴേക്കും അനിയൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് മണ്ണിലുള്ള കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവൻ്റെ കൂടെയൊക്കെ ഒന്നിരുന്ന്, ഞാനൊന്നും കളിച്ചില്ല കേട്ടോ മണ്ണിൽ. അങ്ങനെ അവൻ്റെ കളിയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവിടെയൊക്കെ നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഈ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് ഈ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ ഐസ്ക്രീം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അനിയത്തിയാണ് ഇതൊക്കെ സ്കൂപ്പ് ചെയ്യുന്നതും ഞങ്ങൾക്ക് തരുന്നതൊക്കെ. അവൾക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇപ്പോൾ നമ്മൾ സ്കൂപ്പ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 ദിവസമൊക്കെ ഇരുന്നാലിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുന്നേ നമ്മളത് ഫുൾ കാലിയാക്കിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഐസ്ക്രീം കഴിച്ചു.
വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു ദിവസം അധികം ക്ലിപ്സൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ മറന്നു പോകുന്നതാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളാണെന്ന് തോന്നുന്നു വീട്ടിലെത്തിയതിൻ്റെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കത് ശരിയാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ കൂടുതൽ ക്ലിപ്സ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ചു. അപ്പോൾ ഡിന്നറിന് ചോറ്, പിന്നെ ഉച്ചക്കത്തെ വിന്താലും, പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.